ഹായ് ഓൾ, എല്ലാവർക്കും അബീറ്റ് പിന്നക്കൽ അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ലാബ് 0 ലാബ് 1 രണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് രണ്ടെണ്ണത്തിൻ്റെയും. അപ്പോൾ ലാബ് 0 ഞാൻ കഴിഞ്ഞ ലാബ് 1 പറഞ്ഞാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് വൈവയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുന്നു. പിന്നെ അങ്ങോട്ട് വരുന്ന ഓരോ കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലാബ് 0 എന്ന് പറയുന്നത്. ലാബ് 1 ആണെങ്കിൽ നമുക്ക് പലതും ചോദിക്കുന്നതാണ്, പഠിക്കണം ആ ഗ്രാഫിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ലാബ് 2ലേക്ക് പോകാം. ലാബ് 2ൻ്റെ ഹെഡിങ് എന്തോ നോക്കിയാൽ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ഗ്രാഫിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. സോ നമുക്ക് ഗ്രാഫ് അറിയാം, ഗ്രാഫിന് നെഗറ്റീവ് വരില്ല, ഗ്രാഫിന് റെസിപ്രോക്കൽ, അങ്ങനെ ഗ്രാഫിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ എയിം ഒരു പറയുന്നുണ്ട്, വായിച്ചാൽ മതി. ദെൻ കൺസെപ്റ്റ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ, ഗ്രാഫ് ഫംഗ്ഷൻ അതായത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് അതിനെക്കുറിച്ചുള്ള കാര്യം പറയാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് വി ക്യാൻ ഒബ്റ്റെയിൻ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എ ആ ഒരു മോഡലിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എ ആക്കുന്നുണ്ട്. നെഗറ്റീവ് ഗ്രാഫിൻ്റെ നെഗറ്റീവ് മൈനസ് എഫ് ഓഫ് എക്സ് ആക്കുന്നുണ്ട്. പിന്നെ ആ ഗ്രാഫിനകത്ത് വരുന്ന ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ സൈൻ മാറ്റി എഫ് ഓഫ് മൈനസ് എക്സ് ബൈ ട്രാൻസ്ലേഷൻ ഓഫ് ഓർ റിഫ്ലക്ഷൻ, ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യം നമ്മളത് പഠിക്കാണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെയാണ് 2.1 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. പിന്നെ നമ്മളൊരു സ്ലൈഡറിനെ ക്രിയേറ്റ് ചെയ്യണം. അറിയാമായിരിക്കും, നമ്മൾ ലാബ് 0ലും 1ലും പഠിച്ചിട്ടുള്ളതാണ്. 0.1 ഇൻക്രിമെൻറ്റ് വരുന്ന സ്ലൈഡറിനെ ക്രിയേറ്റ് ചെയ്യുക, അവർ പറയുന്ന വാല്യൂവിനെ കൊടുക്കണേ. ദെൻ നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്യണം. ജി ഓഫ് എക്സ് കൊണ്ട് മറ്റൊരു ഗ്രാഫ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞ ഗ്രാഫിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇത്രയേ ഉള്ളൂ, എഫ് പ്ലസ് എ എന്നങ്ങ് ഇൻപുട്ട് ചെയ്താൽ അത് ഷിഫ്റ്റ് ആയിക്കോളും. ഇനി നമ്മൾ അടുത്തവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഹൗ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ചേഞ്ച് അക്കോർഡിംഗ് ടു എ മാറുന്നതനുസരിച്ച് ആ ഗ്രാഫിൻ്റെ മാറ്റം നമ്മളൊന്ന് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ക്രിയേറ്റ് എ ഇൻപുട്ട് ബോക്സ് ഫോർ എഡിറ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് സ്ലൈഡർ എ. പിന്നെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ലാബ് 1ൽ ചെയ്ത പോലെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇത് ഓരോന്നും കൊടുക്കുമ്പോൾ നമുക്ക് ഓരോന്നിനെയും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ജിയോജിബ്ര എടുക്കുക. ജിയോജിബ്ര എടുത്ത ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ് വ്യൂയിലോട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് കാണാൻ കുറച്ച് ഭംഗിയായിട്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാൻ അറിയാമല്ലോ, ഇൻപുട്ടിൽ വന്ന് എക്സ് എടുക്കുക, ഷിഫ്റ്റിൽ നോക്കി 6ന്റെ മണ്ടക്ക് ഒരു 1 കൊണ്ട് കൊടുക്കുക, ദെൻ സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്തിനെ ക്രിയേറ്റ് ചെയ്യണം, സ്ലൈഡറിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, സ്ലൈഡർ എടുക്കുക. സ്ലൈഡറിനകത്ത് വരുമ്പോൾ വരുത്തില്ലെന്നറിയാം, നമ്മുടെ ഗ്രാഫിക് വ്യൂവിനകത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരും. ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് എത്ര കൊടുക്കേണ്ടത്, 0.1 ആണ് നമ്മുടെ ഇൻക്രിമെൻറ്റ്, 0.01 അല്ല, 0.1 ആണ്. നമ്മൾ ലാബ് 0ലൊക്കെ 0.01 ആയിരുന്നു ഉപയോഗിച്ചത്, കാരണം അവർ പറഞ്ഞേക്കുന്നത് അത് വെച്ച് നമ്മൾ കൊടുത്താൽ മതി. നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തിനാ ചെയ്യണം, നമ്മൾ അടുത്തൊരു ഗ്രാഫിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ അടുത്തൊരു ഗ്രാഫിനെ ഡ്രോ ചെയ്യണം. അപ്പോൾ ഗ്രാഫ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത് എന്താണ്, എഫ് പ്ലസ് എ, എഫ് അടിക്കുക, ദെൻ പ്ലസ് കൊടുക്കുക, എ കൊടുക്കുക, എഫ് പ്ലസ് എ, ദെൻ എന്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുന്നതിന് അവിടെ വന്നു, അടുത്തൊരു ഫംഗ്ഷൻ വന്നു, ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടോ. ഇനി അവർ പറഞ്ഞു നമ്മളിനി എന്ത് ചെയ്യണം, എയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ആ ഗ്രാഫിന് ഉണ്ടാകുന്ന മാറ്റം നമ്മൾ നോക്കണം പറഞ്ഞു. നോക്കിയേ, നമ്മൾ എയുടെ വാല്യൂ ഇങ്ങോട്ട് പോസിറ്റീവിലേക്ക് വരുമ്പോൾ മണ്ടക്കോട്ട് പോകുന്നുണ്ട്, എയുടെ വാല്യൂ നെഗറ്റീവിലേക്ക് വരുമ്പോൾ എവിടെ വരുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ട്. ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് അങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് ചെയ്യുകയാണ്, അത് മാറുന്നതാണോ. ഇനി ഈ ഗ്രാഫ് മാറുമ്പോൾ എന്തും മാറും, അതിൻ്റെ ഈ ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഈ രീതിയും മാറും. ആ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ മാറുന്നതനുസരിച്ചുള്ള ആ ഗ്രാഫിൻ്റെ രൂപവും മാറും. അതിനുവേണ്ടി നമ്മളൊക്കെ പറഞ്ഞ് എന്തിനെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഇൻപുട്ട് ബോക്സിനെ ക്രിയേറ്റ് ചെയ്യുക. എന്തിൻ്റെ ഇൻപുട്ട് ബോക്സ് നമുക്ക് വേണ്ട, ഫംഗ്ഷൻ്റെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഫ് ഒന്ന് കൊടുത്താലും മതി. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നത് അത് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. നമ്മൾ ഒരുപാട് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് അറിയണം ഇതിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തിൻ്റെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ അല്ലേ. സോ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മൾ ഇനി ഇവിടെ മാറ്റി കൊടുക്കാം, എക്സ് സ്ക്വയർ മാറ്റി ഞാൻ എക്സ് ക്യൂബ് കൊടുക്കുക, എൻ്റർ കൊടുക്കണേ. എക്സ് ക്യൂബ് മാറിയപ്പോൾ എന്ത് മാറി, ഗ്രാഫ് മാറി, ഗ്രാഫിൻ്റെ ഷിഫ്റ്റിംഗ് മാറി. നമുക്ക് അതും വേണമെങ്കിൽ നിരീക്ഷിക്കാം. ഈ സ്ലൈഡർ കൊണ്ട് നിൽക്കിയാൽ മതി. കണ്ട, പോസിറ്റീവിലേക്ക് വരുമ്പോൾ മണ്ടക്കോട്ട് വന്നു, നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് പോയി, താഴോട്ട് പോയി. ഓക്കെ ആണല്ലോ, ഷിഫ്റ്റ് ചെയ്യുന്ന ഗ്രാഫിൻ്റെ ഷിഫ്റ്റിംഗ് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അബ്സല്യൂട്ട് എക്സിന് നോക്കാം. മോഡ് എക്സ് അങ്ങനെ അടിക്കുന്നത് എ ബി ബി എന്നല്ല, ബി എസ് എക്സ്, അബ്സല്യൂട്ട് എക്സ്, എൻ്റർ അടിക്കുക. മോഡ് എക്സിൻ്റെ വന്നു. അത് കറക്റ്റാണെന്ന് അറിയണം, ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഓൾജിബ്രിക് വിനെ നോക്കിയാൽ കറക്റ്റാണെന്ന് അറിയാൻ പറ്റും. ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും, മണ്ടക്കോട്ട് പോകുമ്പോൾ അതായത് വാല്യൂസ് കൂടുന്ന നേരത്ത് മണ്ടക്കോട്ട് വരും, വാല്യൂസ് കുറയാൻ നേരത്ത് എങ്ങോട്ട് വരും, താഴോട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ഇനി ഫ്ലോർ എക്സ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഫംഗ്ഷൻ നോക്കാൻ എഫ് എൽ ഡബ്ല്യു ആർ എക്സ്, ഫ്ലോർ എക്സ് എന്ന് അടിച്ചാൽ മതി, എൻ്റർ അടിക്കുക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഫംഗ്ഷൻ്റെ വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് പ്ലസ് എ അടിക്കുന്നത്, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എ അടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫ് പ്ലസ് എ അടിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി നമുക്ക് ന്യൂ വിൻഡോ നമ്മളൊന്ന് എടുത്ത് വെച്ചേക്കാം. ന്യൂ എടുക്കുക, അല്ലെങ്കിൽ ന്യൂ വിൻഡോ എടുത്താൽ മതി, കൺട്രോൾ പ്ലസ് എൻ അടിച്ച്. അപ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആകും, മറ്റേത് പുറകെ കിടക്കും.
ഇനി ഇത് നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സേവ് അടിച്ച് പോകുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ സേവ് ആക്കി വെക്കണം, നമുക്ക് പിന്നെ എടുത്ത് നോക്കാൻ പറ്റുമല്ലോ. നമ്മൾ ചെയ്തതിനകത്ത് ടീച്ചേഴ്സ് ചോദിക്കുവാണെങ്കിൽ, അല്ല ന്യൂ അടിച്ച് ചോദിക്കും സേവ് ആക്കണമെന്നുള്ളത്. സേവ് ആക്കി വെച്ച് പോകാൻ ശ്രമിക്കുക പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത്. അവർ ചോദിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇത് നമുക്കിവിടെ നമ്മൾ ഇല്ലാത്തത് ഞാൻ ഡോണ്ട് സേവ് കൊടുത്താൽ വിടുവാണ്, അല്ലാത്തൊരു സേവ് കൊടുത്തേ പോകാം. ഇപ്പോഴും കിടക്കുന്ന സാധനം കറക്റ്റ് വ്യൂ അല്ല, അപ്പോഴും നമ്മൾ എന്താക്കി മാറ്റണം അതിനെ. കറക്റ്റ് Ctrl+ എന്നും അടിച്ച് സ്റ്റാൻഡേർഡ് വ്യൂവിൽ കൊണ്ടുവരിക. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അടുത്ത പറഞ്ഞേക്കുന്നത് നമ്മുടെ എന്താണ്, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് f(x+a). നമ്മൾ നേരത്തെ പറഞ്ഞത് f(x+a). ഇനി അടുത്ത് മാറി f(x+a)യിലേക്ക് നമ്മൾ വരാൻ പോകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അവിടെ ഇൻപുട്ട് ചെയ്യുന്നൊരു കാര്യത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. എന്ത് വരും, പിന്നെ ബ്രാക്കറ്റിനകത്ത് x+a ആയിരിക്കും നമ്മൾ അടിക്കുന്നത്. നമുക്ക് ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ x² എന്ന ഗ്രാഫ് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. x അടിക്കുക, ഷിഫ്റ്റ് കൊടുത്ത് അടിച്ച്, അപ്പോൾ x² എന്ന ഗ്രാഫ് വന്നു. നമ്മൾ എന്തിനെ കൊണ്ടുവരണം, നമ്പർ സ്ലൈഡറിനെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, സ്ലൈഡർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻക്രിമെൻറ്റ് എത്രയായിരുന്നു, 0.1 കൊടുത്തു, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ്, മറ്റൊരു ഗ്രാഫിനെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്നത് എഫ് അടിച്ചതിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കുക. അത് ബ്രാക്കറ്റിനകത്ത് എന്തടിക്കുക, x+a അടിക്കുക. മറ്റൊരുത്ത് എങ്ങനെയായിരുന്നു, f(x+a) എന്ന് മാത്രം അടിച്ചാൽ മതിയായിരുന്നു. ഇത് നമ്മൾ എന്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് വന്നു. ഓക്കെ, ഗ്രാഫ് വന്നുകൊണ്ടോ എൻ്റർ കൊടുക്കുന്ന നേരത്ത് നമുക്ക് ഇതിന് അങ്ങോട്ട് നമുക്ക് പോസിറ്റീവിലേക്ക് വരുമ്പോൾ ഗ്രാഫ് നമുക്ക് എഴുതി കൊടുക്കേണ്ട. നമ്മുടെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിനെ നമ്മൾ അവിടെ നമ്മുടെ ആൻസർ ബുക്ക് ഉണ്ടല്ലോ, നമുക്ക് ബുക്കിനകത്ത് എഴുതണം, പ്രാക്ടിക്കൽ അറിയാമായിരിക്കുമല്ലോ. അവിടെയൊക്കെ എഴുതി കൊടുക്കണം. നമ്മുടെ എയുടെ ഇൻക്രിമെൻ്റ് അല്ല എയുടെ വാല്യൂസ് പോസിറ്റീവ് ആകുമ്പോൾ ഗ്രാഫ് എങ്ങോട്ടാണ് വരുന്നത്, ലെഫ്റ്റിലേക്ക്, ഇങ്ങോട്ടാണ് മാറുന്നത് അല്ലേ. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് നോക്കിയാൽ മതി അല്ലേ. അതുപോലെ ഈ എയുടെ വാല്യൂസ് നെഗറ്റീവ് വരുമ്പോൾ പോയിന്റ്സ് നമ്മൾ നെഗറ്റീവിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നു, റൈറ്റിലേക്ക് നീങ്ങുന്നു. അത് നമ്മൾ എഴുതി കൊടുക്കണം. റൈറ്റിലേക്ക് മൂവ്മെൻറ്റും ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റും അതിനൊക്കെ മാർക്ക് കിടക്കുന്നത് കേട്ടോ. ദെൻ കണ്ടല്ലോ ഈ മൂവ്മെൻറ്റ് വരുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഗ്രാഫ് മാറ്റി കൊടുക്കാം. ഈ ഗ്രാഫെല്ലാം മറ്റൊരു ഗ്രാഫിനെ കൊണ്ടുവരാം. അതെങ്ങനെ കൊണ്ടുവരുന്നത്, ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ബോക്സ് കൊണ്ടുവരിക. ഇവിടെ എന്ത് കൊടുക്കുക, ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ഫംഗ്ഷൻ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഈ ഫംഗ്ഷൻ. എഫ് എന്ന് കൊടുത്താലും മതി, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളേ. ഇനി f(x) ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്, ഫംഗ്ഷനെ അല്ലേ, ഓക്കെ കൊടുക്കുക. നമ്മളിവിടെ മാറ്റി കൊടുത്താൽ മതി, അപ്പോൾ അവിടെ മാറിക്കുള്ളൂ ഓൾറെഡി. x³ കൊടുത്ത് എൻ്റർ അടിച്ചേ, ഗ്രാഫ് മാറി, കണ്ടാ, ഷിഫ്റ്റിംഗ് ഓഫ് മാറി. ഇത് നമുക്ക് മാറ്റുവാൻ അറിയാൻ പറ്റും, എങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവിലേക്ക് വരുമ്പോൾ ഗ്രാഫ് ലെഫ്റ്റിലേക്ക് പോകും, നെഗറ്റീവിലോട്ട് വരുമ്പോഴോ ഗ്രാഫ് റൈറ്റിലേക്ക് പോകും. ഇനി അബ്സല്യൂട്ട് x കൊടുക്കാം. ഇത് കളയുക, ABSX അബ്സല്യൂട്ട് എക്സിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഫ്ലോർ x കൊടുക്കാം. FLOORX ഫ്ലോർ x കൊടുക്കാം. നോക്കിയേ, ഫ്ലോർ x കൊടുക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഇത് തന്നെ ആയിരിക്കും, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും വരുന്നത്. കണ്ടാ, എങ്ങോട്ട് വന്നു, ലെഫ്റ്റിലേക്ക് മൂവ്മെൻറ്റ് ചെയ്തു, ദെൻ റൈറ്റിലേക്ക്. നമ്മുടെ വ്യൂ വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമ്മുടെ വ്യൂ. ഗ്രാഫിക് വ്യൂവിനകത്ത് ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും. നമ്മൾ ഇരിക്കുന്ന ലെഫ്റ്റും റൈറ്റും നോക്കരുത്, ആ ഗ്രാഫിൻ്റെ ലെഫ്റ്റും റൈറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ തന്നെ x² ഒന്നും നമുക്ക് എടുക്കാം. x² എൻ്റെ അടുത്ത് x² നമ്മൾ വരുത്തിച്ചു. നമുക്കിവിടെ വേണമെങ്കിൽ ഒന്ന് ഈ ഗ്രാഫിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കാൻ വേണ്ടി ഒന്ന് ട്രേസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ട്രേസ് ഓൺ കൊടുക്കാം. നമ്മൾ നോക്കട്ടെ ഇവിടെ വരുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അനിമേഷൻ ഓൺ ചെയ്യാം. കണ്ടാ, അനിമേഷൻ ഓൺ ചെയ്തപ്പോൾ ആ പാത്താണ് പോകുന്നതനുസരിച്ച് പോസിറ്റീവ് വരുമ്പോൾ എങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡിലോട്ടല്ലേ വരുന്നത്. കണ്ടാ, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അത് ആ ഒരു ഓരോന്നും വരുന്ന ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ, അല്ല ഷിഫ്റ്റിംഗ് ഒറിജിൻ അല്ല, ആ ഗ്രാഫിൻ്റെ ഷിഫ്റ്റിംഗ് അനുസരിച്ചുള്ള ആ ഒരു പിക്ചർ ഡ്രോൺ ചെയ്ത് വരുന്നുണ്ടാവും. ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് സ്റ്റോപ്പ് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് പോസ് ചെയ്താൽ സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത നമ്മൾ എടുക്കാൻ പോവാണ്. നമുക്ക് അടുത്തൊന്നും ഇല്ലല്ലോ, നമുക്ക് ഗ്രാഫ് നമ്മൾ മാറ്റി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. മോഡ് എക്സിൻ്റെ ഒക്കെ നോക്കി. ഇതറിയാതെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഫംഗ്ഷൻ്റെയാണ് ഇതെന്ന് പറയുന്നത്. ഈ സാധനം ഞാൻ ഈ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ്, FLOORX അടിച്ചാൽ മതി, അപ്പോൾ അത് വരും. നമുക്കിനി അടുത്ത വേണ്ട റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ് -f(x). ഇതുപോലെ തന്നെയാണ്. നമ്മൾ എന്ത് കൊടുത്താൽ മതി, -f കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ന്യൂ പേജ് എടുക്കാം. ന്യൂ എടുക്കുക, ഡോൺ സേവ് കൊടുക്കുക. മറ്റൊക്കെ സേവ് ആക്കി പോകണം. നിങ്ങൾ അവിടെ ആകുമ്പോൾ സേവ് ആക്കി പോവുക. ഇവിടെ ആകുമ്പോൾ ഉണ്ട് Ctrl+M എന്ന് അടിച്ച് നോക്കട്ടെ. നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂ വന്നു. ഞാൻ Ctrl+M ഇതോടെ അടിച്ചില്ലായിരുന്നു. ഇപ്പോൾ Ctrl+M അടിച്ചപ്പോൾ സ്റ്റാൻഡേർഡ് വ്യൂ വന്നു. നമുക്ക് ഏത് ഗ്രാഫായിരുന്നു എടുക്കാൻ പറഞ്ഞിരുന്നത്, x² ഗ്രാഫാണ് അല്ലേ. നമുക്ക് x² ഗ്രാഫിന് എടുക്കാം. x² ഗ്രാഫ് എടുക്കുക, x അടിക്കുക, ഷിഫ്റ്റ് ആക്കി ഇത് ദെൻ സ്ക്വയർ, അല്ലെങ്കിൽ √(x) അടിച്ചാലും മതി കേട്ടോ. √(x) അടിച്ചാൽ √x ആയിരിക്കും വരുന്നത്. സോറി കേട്ടോ, അല്ല x² തന്നെ അടിക്കണേ. അപ്പോൾ x² എന്ന ഗ്രാഫ് വരച്ചു. ഇനി നമ്മളിതിൻ്റെ നെഗറ്റീവ് വരയ്ക്കാൻ ഒന്ന് ചെയ്താൽ ഇൻപുട്ടിൽ കൊണ്ടുവന്ന് എന്തടിക്കുക, -f അങ്ങ് അടിച്ചാൽ മതി. എന്തടിച്ചാൽ മതി, -f അടിച്ച് എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ എന്ത് വന്നു, നെഗറ്റീവ് വന്നു. കണ്ടാ, നെഗറ്റീവ് ഓഫ് ദ ഗ്രാഫിൻ്റെ നെഗറ്റീവ് വന്നു. അപ്പം മൈനസ് ഗ്രാഫ്
രണ്ട് രീതിയുണ്ട് നമുക്ക് പഠിക്കാൻ റിഫ്ലക്ഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സും പഠിക്കാനുണ്ട് എഫ് ഓഫ് മൈനസ് എക്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. നോക്കിയേ, നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? മൈനസ് എഫ് ഓഫ് എക്സ്. രണ്ടും പഠിക്കാനുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേറെ ഗ്രാഫൊക്കെ വരച്ചു നോക്കാം. ഇവിടെ പറഞ്ഞ ഗ്രാഫൊക്കെ നമുക്ക് വരച്ചു നോക്കാം. നോക്കാൻ വേണ്ടി ആദ്യമേ നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യണം? ഒരു ഇൻപുട്ട് ബോക്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ എന്ന് കൊടുക്കാം, എഫ് എന്ന് കൊടുത്താൽ മതി. നമ്മൾ ദെൻ ഇവിടെ എക്സ് സ്ക്വയറിന് ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞപ്പോൾ അവരല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2 അടിക്കുക, എൻ്റർ അടിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ ഗ്രാഫ് വന്നു, റിഫ്ലക്ഷനും താഴെയുണ്ട്. ഇനി അടുത്ത പറഞ്ഞ ഗ്രാഫ് ഏതാ? എക്സ് സ്ക്വയർ മൈനസ് 1 ഉണ്ട്, പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. നമുക്ക് അതൊന്ന് അടിച്ച് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1, 2x പ്ലസ് 1, എൻ്റർ അടിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1ൻ്റെ ഗ്രാഫായി. അതിന് റിഫ്ലക്ഷനും ഉണ്ട് താഴെ കേട്ടോ. ദെൻ അടുത്ത എന്തോ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഓരോന്നും അടിച്ചു നോക്കിയാൽ ഫ്ലോർ എക്സിൻ്റെ, നമുക്ക് ഫ്ലോർ എക്സിന് അടിച്ച് നോക്കാം. ഫ്ലോർ എക്സ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഗ്രേറ്റസ്റ്റിൻ്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. FLOORX ഫ്ലോർ എക്സ്, എൻ്റർ അടിക്കാം. ഫ്ലോർ എക്സിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട് കണ്ട, അതിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഓരോന്നും അവർ ഏതാണോ ചെയ്യാനായിട്ട് പറയുന്നത് അതെന്ത് ചെയ്യുക, നമ്മളങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അവർ പറയുന്നത് ഫ്ലോർ എക്സ് ആണ്, ഫ്ലോർ എക്സിന് അടിക്കുക. വാല്യൂ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നത് ഇവിടെ പറഞ്ഞപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എ ഫൈൻ ചേഞ്ച് ദ വാല്യൂ ടു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ റിഫ്ലക്ഷൻ വരയ്ക്കുക അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എഫ് ആൻഡ് ജി ഇൻ ഈച്ച് കേസ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പം നമ്മൾ രണ്ടും കൂടെ നോക്കുക, നമുക്ക് മനസ്സിലാവും എന്താണ് മൈനസ് എഫ് ഓഫ് എക്സ് വരുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്ന രീതി. എഫും ജി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. എഫും ജി എന്തുവാ? എഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ, ജി എന്ന് വെച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞ രണ്ട് റിഫ്ലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത റിഫ്ലക്ഷൻ എന്തുവാ? റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇത് റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. ഇത് അടുത്ത റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇത് വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം കൊടുത്തപ്പോൾ നോക്കിയാൽ മതി. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിൽ കൂടെ തന്നെ അതിൻ്റെ എന്തും പോകും, റിഫ്ലക്ഷനും പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എക്സ് ക്യൂബ് എന്നൊരു ഗ്രാഫിനെ വരയ്ക്കാം. അപ്പോൾ എക്സ് ക്യൂബ് എന്ന ഗ്രാഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? മതി ഇവിടെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ന്യൂ ഒരു പേജ് എടുത്തതിന് ശേഷം ചെയ്യാം. ന്യൂ എടുക്കുക, ഡോൺ സേവ് കൊടുക്കുക, ഡോൺ സേവ് എടുത്ത് പറഞ്ഞിട്ട് Ctrl+M അടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് വ്യൂലോട്ട് വന്നു. നമുക്ക് എക്സ് ക്യൂബ് എന്ന ഗ്രാഫ് എടുക്കാം. എക്സ് അടിച്ചു, ദെൻ നമ്മൾ ഷിഫ്റ്റ് അടിച്ചു, ക്യൂബ് അടിച്ചു, എക്സ് ക്യൂബ് എന്ന ഗ്രാഫ് എടുത്തു. അപ്പോൾ എക്സ് ക്യൂബ് എന്ന ഗ്രാഫ് എടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്കി എടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട്. അവരെന്തോ ഇൻപുട്ട് കൊടുക്കേണ്ടത് എന്തായിരുന്നു? എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. മറ്റേത് ഇൻപുട്ട് കൊടുക്കേണ്ടതോ മൈനസ് എഫ് എന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് എക്സ് അടിക്കുക, മൈനസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് അടിക്കുമ്പോൾ നമുക്ക് എന്ത് വന്നു? നമ്മുടെ ഗ്രാഫ് വന്നു. എൻ്റർ കണ്ടോ? എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ ഗ്രാഫാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു സ്ലൈഡറിനെ ക്രിയേറ്റ് ചെയ്യാം. നോക്കിയേ, ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വന്നു, എഫ് കൊടുക്കാം, നമുക്ക് ഫംഗ്ഷൻ മാറ്റി കൊടുക്കാം, എക്സ് ക്യൂബ് മാറ്റാം. അതിനുവേണ്ടി അത് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എക്സ് സ്ക്വയർ ആക്കാം. എക്സ് സ്ക്വയർ ആക്കാം എന്തോരം നോക്കിയേ, കണ്ട രണ്ടും അവിടെ തന്നെ. മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓഫാക്കി, എഫ് ഓഫ് എക്സ് ഓഫാക്കി, അപ്പം നോക്കി ജി ഓഫ് എക്സ് ഓഫാക്കിയിട്ട് എഫ് ഓഫ് എക്സ് ഓൺ ആക്കാം. കണ്ടാ എഫ് എന്ന ഫംഗ്ഷൻ ഇത് അങ്ങ് ഓഫാക്കിയിട്ട് ജി ഓഫ് എക്സ് ഓപ്പൺ ആക്കാം. അതും അവിടെ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ രണ്ടും വന്നേക്കുന്ന ഒരേ പ്ലേസിൽ തന്നെയാണ്. അപ്പോൾ അതെന്തുവാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സ് തന്നെയല്ലേ എന്ന് വെച്ചാൽ അത് ഏത് ഫംഗ്ഷനാണ്? ഈവൻ ഫംഗ്ഷനാണ്. അതാണ് കാര്യം. മനസ്സിലായോ? അത് ഞാൻ ഇവിടെ നേരത്തെ വായിച്ചു. എന്ത്? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ അതിന് എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസവും കാര്യം. നമുക്ക് ഓരോന്നിനെ നോക്കാം. 1/x നോക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇൻപുട്ട് ബോക്സ് അവിടെ കൊണ്ടുവന്ന് 1/x അടിച്ചാൽ മതി. 1/x അടിച്ച് എൻ്റർ അടിക്കുക. അപ്പോൾ 1/x ഗ്രാഫ് വന്നു. അപ്പോൾ ഓരോ നമുക്ക് അബ്സല്യൂട്ട് എക്സിൻ്റെ വേണമെങ്കിൽ നോക്കാം. ABSX അബ്സല്യൂട്ട് എക്സിൻ്റെ നോക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ അബ്സല്യൂട്ട് എക്സിന് രണ്ടും അടുത്ത് തന്നെ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും? ഈവൻ ഫംഗ്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനകത്ത് പറയാനുള്ള 3 ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 അല്ല 4 ആക്ടിവിറ്റീസ്. ഷിഫ്റ്റിംഗ് ഗ്രാഫിൻ്റെ ഷിഫ്റ്റിങ്ങിനകത്ത് എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞ ആ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നേക്കും. ഒന്ന് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ, ഫസ്റ്റ് കാര്യം അത്. അടുത്ത ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ.
നെക്സ്റ്റ് അടുത്തത് അതിൻ്റെ റിഫ്ലക്ഷൻ രണ്ട് രൂപത്തിലുണ്ട്, മൈനസ് എഫ് ഓഫ് എക്സും ഉണ്ട്, ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താണ് എഫ് ഓഫ് മൈനസ് എക്സും ഉണ്ട്. എഫ് ഓഫ് മൈനസ് എക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രാഫ് ഇന്നൊക്കെ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഇത് വെച്ച് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ലാബ് 2ൻ്റെ കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള അടുത്ത ലാബിൻ്റെ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ജിയോജിബ്രയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ എഴുതി കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് മാത്സിന് നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ലാബ് 1നും ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.